തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ഗേറ്റ് ഉപരോധിച്ചു. 3 വർഷമായി വേതനം വർദ്ധിപ്പിക്കാത്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം. സമരം 4 മാസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരമായിട്ടില്ല. നമ്മളിത് തയ്യാറായി, പക്ഷേ സമരം ഒത്തീർപ്പാക്കാൻ നീണ്ടുപോകുന്നൊരവസ്ഥയാണ്. ഇത് നഴ്സുമാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ സമരത്തിലേക്ക് കടക്കുവാനാണ് സംഘടന തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ ഉപരോധം അടക്കമുള്ള സമര രീതിയിലേക്ക് കടക്കുന്നത്. ഇന്ന് ഞങ്ങളൊരു കേവലം ഒരു ഗേറ്റ് മാത്രമാണ് ഉപയോഗിച്ചത്. വരും ദിവസങ്ങളിൽ ഈ ആശുപത്രിയുടെ 3 ഗേറ്റുകൾ ഉപയോഗിച്ചുള്ള സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും നേഴ്സുമാർ ഈ സമരം തുടങ്ങിയിട്ട് നാളുകളേറെയായി, ഇതുവരും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ശക്തമായ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ജൂബിലി മിഷൻ ആശുപത്രിയിൽ 4 മാസത്തോളമായി ഇപ്പോൾ നഴ്സുമാർ സമരം ആരംഭിച്ചു വരികയാണ്. എന്തായാലും ആ സമരമാണ് ഇപ്പോൾ വളരെ കടുപ്പിച്ച ഒരു നിലയിലേക്ക് എത്തിയത്. ജൂബിലി മിഷന്റെ പ്രധാന ഗേറ്റുകളിൽ ഒന്ന് ഇപ്പോൾ നഴ്സുമാർ ഉപരോധിക്കുകയാണ്. നഴ്സുമാർ ഗേറ്റ് മുന്നിൽ പൂർണ്ണമായും നിരന്ന് എല്ലാവരും കുത്തിയിരുന്നാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. UNAIDA അധ്യക്ഷനും സ്ഥലത്തുണ്ട്. എന്തായാലും ഈ സമരം വലിയ രീതിയിൽ കടുപ്പിക്കാനാണ് UNAIDA തീരുമാനം. കാരണം കേരളത്തിൽ മറ്റ് ആശുപത്രികളിൽ നടന്ന സമരമൊക്കെ ഒത്തുതീർന്നു. നഴ്സുമാരെല്ലാവരും ജോലിക്ക് കയറി. ഏറ്റവും ഒടുവിൽ 2 ആശുപത്രികളിലായിരുന്നു സമരം ഒത്തുതീരാതിരുന്നത്. അതിൽ ഒന്ന് ജൂബിലി മിഷൻ ആശുപത്രിയും അടുത്തത് അമല ആശുപത്രിയുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമല ആശുപത്രിയിലെ സമരവും ഒത്തുതീർന്നിരുന്നു. എന്നാൽ ജൂബിലി ആശുപത്രി മാനേജ്മെന്റ് സമരം ഒത്തുതീർക്കാൻ യാതൊരു വിധത്തിലും തയ്യാറാകുന്നില്ലെന്നാണ് ജൂബിലി മിഷൻ UNA പറയുന്നത്. എന്തായാലും ഈ ലേബർ ഓഫീസർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂബിലി മിഷൻ ആശുപത്രി മാനേജ്മെന്റുമായൊക്കെ ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയെല്ലാം പരാജയപ്പെട്ടു. ഇതോടെയാണ് നഴ്സുമാർ ഇപ്പോൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ മുതൽ തന്നെ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ ഗേറ്റ് ഉപരോധിക്കുന്ന നിലയിലേക്ക് എത്തി. 3ാമത്തെ ഗേറ്റാണ് ഇപ്പോൾ UNAIDA നഴ്സുമാർ പൂർണ്ണമായും കുത്തിയിരുന്ന് ഉപരോധിക്കുന്നത്. ഒരു വാഹനത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ വരാനോ ആംബുലൻസിന് പോലും വരാൻ കഴിയാത്ത രീതിയിലാണ് ഉപരോധം. വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ ജൂബിലി മിഷൻ ആശുപത്രിയിൽ മറ്റു ഗേറ്റുകളും പൂർണ്ണമായി ഉപരോധിച്ച് കടുത്ത സമരത്തിലേക്ക് നീങ്ങും. ഇപ്പോൾ ഈ ജില്ലാ ലേബർ ഓഫീസർ അടുത്തൊരു 10 ദിവസം അവധിയിലാണെന്ന് പറയുന്നു. മറ്റെന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക്, അതായത് UNAയ്ക്ക് 10 ദിവസം ഇനി കാക്കാനുള്ളൊരു ക്ഷമയില്ല. കാരണം സമരം ഉടൻ അവസാനിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമരം കടുപ്പിക്കാൻ UNA തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസവുമായി ജൂബിലി മിഷന്റെ എല്ലാ ഗേറ്റുകളും ഇത് സമാന രീതിയിൽ നഴ്സുമാർ ഉപരോധിക്കും. സമരം ഒത്തുതീർത്ത് ശമ്പള വേതന വർധനവ് നടപ്പിലാക്കുന്നതുവരെ സമരം കടുപ്പിക്കാനാണ് UNAയുടെ തീരുമാനമെന്നാണ് UNAയുടെ നേതാവ് ജാസ്മിൻ ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമുണ്ട്. നഴ്സുമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുമോ എന്നുള്ള കാര്യം കണ്ടറിയാൻ എന്തായാലും നഴ്സുമാർ വളരെ കടുപ്പത്തിൽ തന്നെയാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. ഒരു നിലയ്ക്കും പിൻവാങ്ങാൻ നഴ്സുമാരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ തയ്യാറുമില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ആ സമരത്തിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. കാർത്തു, ശരി, വ്യക്തമാണ്. എന്തായാലും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നഴ്സുമാർ സമരം ശക്തമാക്കിയിരിക്കുന്നത്. 3 വർഷമായി വേതനം വർദ്ധിപ്പിക്കാത്തതിനെതിരെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും വലിയ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നഴ്സുമാർ തീരുമാനിച്ചിട്ടുള്ളത്. 4 മാസം പിന്നിട്ടിട്ടും ഇതുവരെയും ഇവരുടെ പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവുമായിട്ടില്ല. എന്തായാലും ശക്തമായ സമര പരിപാടികളായിരിക്കും ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുക എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നഴ്സുമാർ. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.